ഇറാൻ യുദ്ധം അവസാനിക്കുമെന്ന തരത്തിൽ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ സംഘർഷാവസ്ഥ അയയുന്നുമില്ല. ഇറാനും അമേരിക്കയ്ക്കും സമവായത്തിലെത്താൻ കഴിയാത്ത പ്രധാന വിഷയം ഹോർമൂസ് കടലിടുക്കാണ്. ഹോർമൂസിന്റെ നിയന്ത്രണം വിടാൻ ഇറാൻ തയ്യാറുമല്ല. ഇറാനെ അതിന് അനുവദിക്കാൻ അമേരിക്ക സമ്മതിക്കുന്നുമില്ല. പക്ഷേ ഹോർമൂസ് കടലിടുക്ക് കടന്ന് ആര് അകത്തേക്ക് വരണമെന്നും ആര് കടലിടുക്ക് കടന്ന് പുറത്തേക്ക് പോകണമെന്നും ഇപ്പോഴും ഇറാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഗൾഫ് ഓഫ് ഏദൻ വഴി കടലിടുക്കിലൂടെ പോകാൻ ശ്രമിക്കുന്ന കപ്പലുകളെയും കടലിടുക്കിലൂടെ പുറത്തേക്ക് വരുന്ന കപ്പലുകളെയും തടയുകയാണ് അമേരിക്ക. മൊത്തത്തിൽ കടലിടുക്ക് വഴി കപ്പലുകൾക്ക് ഭീതിയോടെ അല്ലാതെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ. പക്ഷേ ഇപ്പോഴും ഇറാന്റെ കപ്പലുകൾ ഉൾപ്പെടെ പോകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ ആശയക്കുഴപ്പത്തിനിടെ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് ഇറാൻ. നേരത്തെ പറഞ്ഞ ടോൾ പിരിക്കൽ അത് നടപ്പാക്കി. തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ സഞ്ചരിക്കാനും അവയിൽ നിന്ന് ടോൾ പിരിക്കാനും തീരുമാനിച്ച ഇറാൻ കപ്പലുകൾക്കായി പുതിയ നിയമങ്ങൾ അവതരിപ്പിച്ചതായി ലോയ്ഡ്സ് ലിസ്റ്റ് എന്ന ഷിപ്പിംഗ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തിലെ എണ്ണയുടെ 1/5 സാധാരണയായി കടന്നുപോകുന്ന ഹോർമൂസ് വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു കരാറിനായി അമേരിക്ക സമ്മർദ്ദം കടുപ്പിക്കുമ്പോഴാണ് ജലപാതയുടെ നിയന്ത്രണം ഔപചാരികമാക്കാനുള്ള ഇറാന്റെ നീക്കം. കപ്പലുകൾ യാത്രാനുമതി നേടണമെന്നും യാത്ര ചെയ്യുന്നതിന് മുൻപ് ടോൾ അടയ്ക്കണമെന്നും ആവശ്യപ്പെടുന്ന ഒരു പുതിയ ചട്ടക്കൂട് പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് അതോറിറ്റി അഥവാ PGSA തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഷിപ്പിംഗ്, സമുദ്ര വ്യാപാരം എന്നിവയെക്കുറിച്ചുള്ള വാർത്തകളും രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകുന്ന വ്യവസായ ജേണലായ ലോയ്ഡ്സ് ലിസ്റ്റ് പറയുന്നത്. പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് അതോറിറ്റി പുറത്തുവിട്ട കപ്പൽ വിവര പ്രഖ്യാപനം എന്ന ഫോം പ്രകാരം കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കപ്പലുകളും ഉടമസ്ഥാവകാശം, ഇൻഷുറൻസ്, ജീവനക്കാരുടെ വിശദാംശങ്ങൾ, ഉദ്ദേശിച്ച ഗതാഗത മാർഗം എന്നിവയുടെ വിശദമായ രേഖകൾ സമർപ്പിക്കണം. ഷിപ്പിംഗ് കപ്പലുകളുടെ പേര്, തിരിച്ചറിയൽ നമ്പർ, മുൻ പേര്, ഉത്ഭവ രാജ്യം, ലക്ഷ്യസ്ഥാനം, കപ്പലിന്റെ രജിസ്റ്റർ ചെയ്ത ഉടമകളുടെ ദേശീയത, ഓപ്പറേറ്റർമാർ, ജീവനക്കാർ, കപ്പലിലെ ചരക്കിന്റെ വിശദാംശങ്ങൾ എന്നിവ വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന 40-ലധികം ചോദ്യങ്ങൾ ഫോമിൽ അടങ്ങിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ പ്രസ് ടിവിയും ടെഹ്റാൻ ഹോർമൂസ് കടലിടുക്കിന്മേൽ പരമാധികാരം പ്രയോഗിക്കുന്നതിനുള്ള ഒരു സംവിധാനം നിർമ്മിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് info@pgsa.ir എന്ന ഇമെയിലിൽ നിന്ന് നിയമാവലി അയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. PGSA ചട്ടക്കൂട് പ്രകാരം കപ്പലുകൾ കടലിടുക്കിലൂടെ കടലിടുക്ക് കടക്കുന്നതിന് മുൻപ് ഫോമിൽ പൂർണ്ണമായും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ പൂരിപ്പിക്കണം. അത് അതോറിറ്റിക്ക് ഇമെയിൽ ചെയ്യണം. ട്രാൻസിറ്റ് അഭ്യർത്ഥനകൾ പ്രോസസ് ചെയ്ത ശേഷം കൂടുതൽ നിർദ്ദേശങ്ങൾ ഇമെയിൽ വഴി കപ്പലുകളെ അറിയിക്കുമെന്നാണ് ചട്ടക്കൂടിൽ പറയുന്നത്. തെറ്റായതോ അപൂർണമോ ആയ വിവരങ്ങൾ നൽകിയാൽ അത് അപേക്ഷകന്റെ പൂർണ്ണ ഉത്തരവാദിത്വമായിരിക്കും. അതിന്റെ അനന്തരഫലങ്ങൾ അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമുണ്ട്. ഹോർമൂസ് വഴിയുള്ള ഗതാഗതം ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യത്തിനും പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ കുറിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല. എന്നിരുന്നാലും ടെഹ്റാനെതിരായ US ഉപരോധങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങൾക്ക് കടലിടുക്ക് കടക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയെ അനുസരിക്കുന്ന രാജ്യങ്ങൾക്ക് കടലിടുക്ക് കടക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന് സൈനിക ഉദ്യോഗസ്ഥൻ മുഹമ്മദ് അക്രമിനിയ ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA-യോട് പറഞ്ഞിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഒരു പുതിയ നിയമ സുരക്ഷാ സംവിധാനം സ്ഥാപിച്ചുവെന്നും ഇനി മുതൽ അതിലൂടെ കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കപ്പലും അവരുമായി ഏകോപിപ്പിക്കണമെന്നും മുഹമ്മദ് അക്രമിനിയ പറഞ്ഞിരിക്കുകയാണ്. ഈ സംവിധാനം പ്രാബല്യത്തിൽ വന്നുവെന്നും അത് സാമ്പത്തിക സുരക്ഷയും രാഷ്ട്രീയ നേട്ടങ്ങളും കൊണ്ടുവരുമെന്നുമാണ് ഇറാൻ വിശ്വസിക്കുന്നത്. ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങൾക്ക് US പിന്തുണയുള്ള പ്രമേയത്തെ പിന്തുണയ്ക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ കമ്മീഷൻ തലവനായ ഇബ്രാഹിം അസീസി മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് ഒരു സുപ്രധാന ജീവനാഡിയാണ്. അത് എന്നേക്കുമായി അടച്ചുപൂട്ടാനുള്ള സാധ്യത കുറയ്ക്കുക എന്ന് അദ്ദേഹം സമൂഹ മാധ്യമമായ Xൽ കുറിച്ചിട്ടുണ്ട്. US-മായോ ഇസ്രയേലുമായോ ബന്ധമുള്ള കപ്പലുകൾക്ക് ഹോർമൂസ് വഴിയുള്ള ഗതാഗതം നിഷേധിക്കുമെന്ന് ഇറാൻ മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം മറ്റുള്ളവർക്ക് ഇറാന്റെ സമ്മതത്തോടെ മാത്രമേ ഗതാഗതം അനുവദിക്കൂ. തങ്ങളുടെ പതാകയേന്തിയ കപ്പലുകളുടെ ഗതാഗതം ഉറപ്പാക്കാൻ ടെഹ്റാനുമായി ചർച്ച നടത്തിയ രാജ്യങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടുന്നുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം ടെഹ്റാൻ സുപ്രധാനമായ ജലപാതയെ ഞെരുക്കി. ചെറിയ ശതമാനം കപ്പലുകൾ മാത്രമേ കടന്നുപോകാൻ അനുവദിച്ചുള്ളൂ. ചരിത്രത്തിലെ ഏറ്റവും വലിയ എണ്ണ വിതരണ ആഘാതമാണ് ഉണ്ടായിട്ടുള്ളത്. ഊർജ്ജ വിലകൾ കുത്തനെ ഉയർന്നു.
കടലിടുക്കിൽ ഒരു പുതിയ സംവിധാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായി ഇറാൻ ആവർത്തിച്ച് സൂചിപ്പിച്ചിരുന്നു. ട്രാൻസിറ്റ് കപ്പലുകൾക്ക് ടോൾ ഈടാക്കുകയും ഒമാനുമായി വരുമാനം പങ്കിടുകയും ചെയ്യുന്നതിനെ കുറിച്ച് പരാമർശിച്ചുമിരുന്നു. കടലിടുക്കിൽ ഏർപ്പെടുത്തിയ ടോളിൽ നിന്ന് ടെഹ്റാന് ആദ്യ വരുമാനം ലഭിച്ചുവെന്ന് ഇറാനിയൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഹമീദ് റേസ ഹാജി ബാബായി കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ ടെലിഗ്രാം അക്കൗണ്ടിൽ പേർഷ്യൻ ഗൾഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വിവരിക്കുന്ന ഒരു സന്ദേശമുണ്ടായിരുന്നു. വിദേശികൾക്കും അവരുടെ ദുഷ്ടതകൾക്കും ഇടമില്ലാത്ത ശക്തമായ ഇറാന് കീഴിൽ ഒരു പുതിയ പ്രാദേശിക ആഗോള ക്രമം ഉണ്ടാകണമെന്നാണ് ഖമനിയുടെ ആഹ്വാനം. ആ ദർശനം കൈവരിക്കുന്നതിനുള്ള ഒരു മാർഗമായി കടലിടുക്ക് അടയ്ക്കുന്നതിന്റെ ഗുണത്തെക്കുറിച്ച് ഖമനയി പരാമർശിച്ചിട്ടുണ്ട്. അതേസമയം ഗൾഫിലെ ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക സ്വന്തം ഉപരോധം ഏർപ്പെടുത്തിയതോടെ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിനുള്ള പ്രതീക്ഷകൾ മങ്ങിയിരുന്നു. ഇതിനു പുറമെ ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗത നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ട് അമേരിക്കയും ബഹ്റൈനും ഒരു UN പ്രമേയം തയ്യാറാക്കിയതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും വീറ്റോ അധികാരമുള്ള റഷ്യ അമേരിക്കയും ബഹ്റൈനും മുന്നോട്ട് വെച്ച UN സുരക്ഷാ കൗൺസിൽ പ്രമേയം തടയുമെന്നാണ് നയതന്ത്ര വൃത്തങ്ങൾ പറയുന്നത്. റഷ്യ ഇറാനെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായ യുദ്ധത്തിൽ സഹായിച്ചു എന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് UN-ലും ഇറാനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്നത്. ഇറാനെതിരായ അമേരിക്കൻ യുദ്ധം പരാജയപ്പെടാനുള്ള ഒരു കാരണം റഷ്യയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ ആയിരിക്കാമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നതാണ്. ഇറാനിയൻ ഡ്രോണുകൾക്ക് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സേനയെ ലക്ഷ്യമിടാൻ പ്രാപ്തമാക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ പുടിൻ സർക്കാർ നൽകിയെന്ന് റിപ്പോർട്ടുണ്ട്. ഒരു പുതിയ റിപ്പോർട്ട് പ്രകാരം സാങ്കേതിക വിദ്യ കൊണ്ട് തടയാനാവാത്ത ഡ്രോണുകളും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനികർക്കെതിരെ അവ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനവും നൽകാമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തു എന്നാണ് ഒരു രഹസ്യരേഖ ഉദ്ധരിച്ച് ദി ഇക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. പുടിന്റെ ഭരണകൂടത്തിന്റെ രഹസ്യ പദ്ധതിയിൽ റഷ്യ ഇറാന് 5000 ഷോർട്ട് റേഞ്ച് ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകൾ നൽകും. ഇവ ഉക്രൈനിൽ റഷ്യ ഉപയോഗിക്കുന്നവയാണ്. ദീർഘദൂര സാറ്റലൈറ്റ് ഗൈഡഡ് ഡ്രോണുകളും നൽകുന്നവയിലുണ്ട്. ഡ്രോൺ ഡെലിവറി പ്ലാൻ റഷ്യയുടെ സായുധ സേനയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ GRU തയ്യാറാക്കിയ 10 പേജുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമാണ് എന്നാണ് റിപ്പോർട്ട്. തീയതി വെച്ചിട്ടില്ലാത്ത ഈ നിർദ്ദേശങ്ങൾ അടങ്ങിയ കോപ്പിയിൽ ഇറാന്റെ തീരത്തുള്ള ദ്വീപുകളെ ചിത്രീകരിക്കുന്ന 6 ഡയഗ്രമുകളും ഒരു ഭൂപടവും അടങ്ങിയിട്ടുണ്ട് എന്ന് ദി ഇക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെ ആക്രമിക്കാനും പ്രധാനപ്പെട്ട എണ്ണ കേന്ദ്രമായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിടാനുള്ള സാധ്യത ഉണ്ടായിരുന്നപ്പോഴാണ് ഈ നിർദ്ദേശങ്ങൾ റഷ്യ തയ്യാറാക്കിയത്. പക്ഷേ ഈ രേഖ ഇറാന് കൈമാറി എന്നതിനോ റഷ്യ ഇറാനിലേക്ക് ഡ്രോണുകൾ അയച്ചു എന്നതിനോ സ്ഥിരീകരണമില്ല. മാർച്ച് അവസാനത്തോടെ യുദ്ധം തുടങ്ങി ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ പാശ്ചാത്യ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടത് മോസ്കോ ദീർഘദൂര ഷാഹി ടൈപ്പ് ഡ്രോണുകളുടെ നവീകരിച്ച പതിപ്പുകൾ ഇറാന് നൽകാൻ തയ്യാറെടുക്കുന്നു എന്നാണ്. 2022-ൽ ഇറാനിൽ നിന്ന് റഷ്യ ഈ ഡ്രോണുകൾ വാങ്ങി. 2023-ൽ നവീകരണങ്ങളോടെ അവ നിർമ്മിക്കാൻ തുടങ്ങി. ഡ്രോണിന്റെ റഷ്യൻ പതിപ്പുകൾക്ക് വ്യോമ പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഭാരമേറിയ പേലോഡുകൾ വഹിക്കാനും മികച്ച സാങ്കേതിക വിദ്യയുണ്ട്. റഷ്യയുടെ ഹ്രസ്വദൂര ഫൈബർ ഒപ്റ്റിക്കൽ ഡ്രോണുകൾ കൈകാര്യം ചെയ്യാൻ അത്ര എളുപ്പമല്ല. പക്ഷേ അവ കൂടുതൽ മികവുള്ള വീഡിയോ ഇമേജറി പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ ഡ്രോൺ ഓപ്പറേറ്ററെ കണ്ടെത്താനോ ആക്രമിക്കാനോ ശത്രുവിന് കഴിയില്ല. കാരണം റേഡിയോ സിഗ്നലുകളൊന്നും ഡ്രോണുകൾ നൽകുന്നില്ല.